ത്രിയേകദൈവത്തിൻ്റെ ആധിപത്യത്വ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 218 ദിവസം ആണ്. ഇന്ന് 589 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കൂടാര പെരുന്നാൾ. ആരാധനാ കാലത്തിലെ 6ാം കാലഘട്ടമായ കൂടാര പെരുന്നാൾ മുതൽ സ്ലീബ പെരുന്നാൾ വരെയുള്ള കാലത്തിലേക്ക് ആരാധന വർഷം പ്രവേശിച്ചിരിക്കുന്നു. താബോർ മലയിലെ പ്രകാശാനുഭവത്തിൻ്റെ നാമകരണങ്ങൾ അനവധിയാണ്. തേജസ് കർണത്തിൻ്റെ പെരുന്നാൾ, മരുരൂപ പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിങ്ങനെ യോർദാൻ നദിയിലെ സ്നാന സമയത്ത് താബോറിലെ ഉയരത്തിലും സംഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വീകരണം വിശ്വാസാനുഭവത്തിൻ്റെ ആഴത്തിലാണ് ദൂതനെ നയിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 3 സുവിശേഷങ്ങളിലും, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, കർത്താവിൻ്റെ തേജസ്കരണം വിവരിച്ചിട്ടുണ്ട്. പഴയ നിയമ കൂടാര പെരുന്നാളിൻ്റെ നാളുകളിൽ ഈ തേജസ്കരണം സംഭവിച്ചതിനാലാണ് കൂടാര പെരുന്നാൾ എന്ന പേര് തേജസ്കരണ സംഭവത്തിനുള്ളത്. പഴയ നിയമ കൂടാര പെരുന്നാളിൻ്റെ നാളുകളിൽ ഈ തേജസ്കരണം സംഭവിച്ചതിനാൽ ആണ് കൂടാര പെരുന്നാൾ എന്ന പേര് തേജസ്കരണ സംഭവത്തിനുണ്ടായത്. ഇതൊരു പ്രധാന പെരുന്നാളാണ്. കൂടാര പെരുന്നാൾ ആചാരത്തിൻ്റെ ഭാഗമായി യഹൂദന്മാർ തെരുവിലും മുറ്റത്തും മലകളിലും കൂടാരങ്ങൾ പണിയുകയും അതിൽ പാർക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് അറിയാം. യേശു മലയിൽ പ്രാർത്ഥിക്കുന്നതിനായി പോയപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുപോയി. ഈ മല താബോർ മല എന്നറിയപ്പെടുന്നു. ജസ്രിൻ താഴ്വരയിലെ ഒരു ഒറ്റപ്പെട്ട മലയാണിത്. നസറേത്തിന് തെക്ക് കിഴക്കായി ഉദ്ദേശം 6 മൈൽ ദൂരത്തായി ഈ മല സ്ഥിതി ചെയ്യുന്നു. പ്രധാന സ്ത്രീയന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരുടെ ആത്മീയ അന്ധത നീക്കുന്നതിനായി ദൈവം ക്രമീകരിച്ചതാണ് ഈ തേജസ്വീകരണം അഥവാ മറുരൂപം. യെരുശലേം സഭയുടെ പ്രധാന തൂണുകളായി തീരേണ്ട 3 ശിഷ്യന്മാരും യേശുവിൻ്റെ തേജസ്കരണം കണ്ട് സ്തംഭിച്ചു നിന്നതായി നമുക്ക് എവർക്കും അറിയാം. യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. യേശു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 9-ാം അധ്യായം 29 മുതൽ 31 വരെ പറയുന്നുണ്ട്. നാം എല്ലാവരും മൂടാത്ത മുഖം കൊണ്ട് കർത്താവിൻ്റെ തേജസ് കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു. ആത്മാവാകുന്ന കർത്താവിൽ നിന്നും എന്ന പോലെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് അതേ സദൃശ്യമായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് 2 കൊരിന്ത്യർ 3:18 പറയുന്നുണ്ട്. കർത്താവിൻ്റെ ശോഭയേറിയ മുഖം കാണുവാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ വിശ്വാസിയും. ആത്മീയമായ സ്വർഗീയ ആനന്ദം നങ്കൂരമിടപ്പെടേണ്ടതാണ്. ദൈവത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുകയും നിത്യതയിൽ അവനോടുകൂടെ ആയിരിക്കാനുമായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. യേശു യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. മറുരൂപ മലയിൽ കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അഥവാ നിര്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാകുന്നു ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. മോശയുടെയും ഏലിയാവിൻ്റെയും താബോർ മലയിലെ സാന്നിധ്യം വിശുദ്ധന്മാരോടുള്ള സംസർഗത്തെ പ്രകടമാക്കുന്നു. മോശ ന്യായപ്രമാണത്തിൻ്റെയും ഏലിയാവ് പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളാണ്. മോശ പരേതരുടെ പ്രതീകവും ഏലിയാവ് മരണം അനുഭവിക്കാതെ എടുക്കപ്പെട്ട ജീവനുള്ളവരുടെ പ്രതീകവുമാണ്.
പഴയ നിയമത്തിൽ ഭാഗമായിരുന്ന രണ്ടുപേരും ഇവിടെ സാക്ഷ്യം വഹിക്കുന്നു. 3 കാലഘട്ടത്തിലെ പ്രതിനിധികളെ താബോർ മലയിൽ കാണുവാൻ കഴിയും. ആദാം മുതൽ നോഹ വരെയുള്ളവരുടെ പ്രതിനിധിയായി മോശയും, നോഹ മുതൽ ക്രിസ്തു വരെയുള്ളവരുടെ പ്രതിനിധിയായി ഏലിയാവും, ക്രിസ്തു മുതൽ കർത്താവിന്റെ 2ാം വരവ് വരെയുള്ള കാലഘട്ടത്തിലെ പ്രതിനിധിയായി ക്രിസ്തുവിനെയും കാണുന്നു. നിദ്ര പ്രാപിച്ചവർ ജീവനുള്ളവരെ പോലെ സജീവരാണെന്ന് വ്യക്തമാകുന്നു. മരിച്ചവർ, അതായത് നിദ്ര പ്രാപിച്ചവർ സജീവരാണെന്നും അവർക്ക് ഉണ്ടാകുവാനുള്ള മഹത്വീകരണമാണ് താബോർ മലയിൽ കാണപ്പെട്ടത്. മാറപ്രയും പറയുന്നു, യേശു പ്രവാചകന്മാരുടെ കർത്താവാണെന്ന് ശിഷ്യന്മാർ അറിയുന്നതിന് മോശയും ഏലിയാവും അവന് സമീപം പ്രത്യക്ഷപ്പെട്ടു. നാസിയാൻസിയിലെ ഗ്രിഗോറിയോസ് AD 390 പറയുന്നു, മലയിൽ വെച്ച് ഇടിമിന്നൽ പോലെ പ്രകാശമുള്ളതും സൂര്യനേക്കാൾ ശോഭയുള്ളതുമായി തീർന്ന അവൻ നമ്മെ പാപിരഹസ്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറയുന്നു എന്ന് ലൂക്കോസ് എവൻഗേലിയോസ് 9-ാം അധ്യായം 33 പറയുന്നുണ്ട്. ആ തേജസ്കരണത്തിന്റെ നല്ല അനുഭവത്തിൽ തുടരുന്നതിനുള്ള ആഗ്രഹത്താൽ പറഞ്ഞുവെന്നോ യഹൂദന്മാരുടെ അടുക്കലേക്ക് പോകാതെ രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയിൽ അവിടെ താമസിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചുവെന്നോ കരുതാവുന്നതാണ്. 3 കൂടാരങ്ങൾ 3 പേർക്കും തുല്യത നൽകുന്നതായി പരിഗണിച്ചുകൂടാ. കാരണം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ന്യായപ്രമാണവും പ്രവചനങ്ങളും. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഗ്രഹിക്കാതെ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം മേഘത്തിൽ നിന്നുണ്ടായി. ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട അതേ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ അനുസരിപ്പീൻ എന്ന ആഹ്വാനം ന്യായപ്രമാണവും പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തിയായിരിക്കുന്നതിനാൽ ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കുവീൻ അഥവാ അനുസരിപ്പീൻ എന്ന് ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. ശബ്ദമുണ്ടായ സമയത്ത് യേശുവിനെ മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. മോശയും ഏലിയാവും അപ്രത്യക്ഷരായി. ഇവനെ കേൾക്കുവീൻ എന്ന ആഹ്വാനത്തിന്റെ ദൃഢീകരണമാണിത്. പുതിയ നിയമത്തിലെ മോശയും ഏലിയാവും ക്രിസ്തു തന്നെയെന്ന് സ്പഷ്ടം. നാം ഓരോരുത്തരും ഈ കൂടാര പെരുന്നാൾ ഏത് രീതിയിലാണ് കാണേണ്ടതെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ച കാര്യമൊക്കെയും നാം അത് മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ കടപ്പെട്ട ദിവസമാണ്. യേശുവിൻ്റെ തേജസ്വീകരണമാണ് ഈ ദിവസം ഉണ്ടായത്. അത് പഴയ നിയമകാലത്ത് യഹൂദന്മാർ കൂടാര പെരുന്നാൾ ആചരിച്ച അതേ ദിവസം തന്നെയാണ് ഇത് ഈ താബോർ മലയിൽ സംഭവിക്കുന്നത്. ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവവുമായിട്ട് ആണ് എന്നുള്ളതാണ്. ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞ ആ യേശുവിനെ നമ്മൾ പൂർണ്ണ മനുഷ്യനായി കാണുമ്പോൾ ഈ മർരൂവ മലയിൽ നമ്മൾ കാണുന്നതും യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റപ്പോൾ പ്രാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ്റെ തോളിലിരിക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകളും നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ ദൃഢത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും മാമോദീസായാൽ നാം ഓരോരുത്തരും സ്വീകരിച്ചതായ ആ പരിശുദ്ധാത്മ വരത്തിലൂടെ നാം മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ 3ാമത്തെ കിരീടത്തിനായി ദൈവം നമ്മളെ വിളിക്കുന്ന അവസരത്തിൽ നമുക്ക് പോകുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ കൂടാര പിറന്നാൾ വളരെ അനുഗ്രഹീതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം ഈ ശൂന്യോയ നോമ്പ് ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.